11 ദിവസത്തിന് ശേഷം ബി.ജെ.പിയുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത, ആരും അറിയാത്ത ഒരാളെയാണ് മോദിയുടെ പാവമുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. മോദിയുടെയും ബി.ജെ.പിയുടെയും സംസ്കാരത്തിന് ഏറ്റവും യോജിച്ചയാളാണ് രേഖാ ഗുപ്ത എന്ന ഇവർ എന്ന് നിസ്സംശയം പറയാം. ഡൽഹിയിലെ ഷാലിമാർ ബാഗിൽ നിന്ന് ആദ്യമായാണ് രേഖാ ഗുപ്ത MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവരുടെ പേര് ഇതുവരെയും സാധാരണക്കാർ ആരും കേട്ടിരിക്കാൻ വഴിയില്ല. വളരെയേറെ മുതിർന്ന നേതാക്കൾ വിജയിച്ചുവെങ്കിലും മോദിയുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു പാവയെയാണ് ബി.ജെ.പി ഡൽഹി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. ഇവർ മോദിയുടെയും ബി.ജെ.പിയുടെയും സംസ്കാരത്തിന് വളരെ യോജിച്ചയാളാണ്. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ് ഇവരുടെ പഴയ ചില ട്വീറ്റുകളും വീഡിയോകളും പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ അറയ്ക്കണം ഇത്തരം ഒരു വ്യക്തിയെ ഡൽഹി പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിൽ. ആദ്യം നമുക്ക് ഈ സംസ്കാരിയുടെ പഴയ കുറെ ട്വീറ്റുകൾ കാണാം. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കേജ്രിവാളിനെ കുറിച്ച് ഇവർ ട്വീറ്റ് ചെയ്തതാണ് ഇത്. കേജ്രിവാൾ തന്റെ ജന്മദിനം ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല. അദ്ദേഹം സ്വന്തം അമ്മയോട് ഈ സംഭവത്തിന്റെ വീഡിയോ ചോദിച്ചെങ്കിലും അവർക്ക് അത് നൽകാൻ സാധിച്ചില്ല. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തൊരു സംസ്കാരമല്ലേ. ഇനി കേജ്രിവാളിനെ കുറിച്ചുള്ള മറ്റൊരു ട്വീറ്റാണ്. ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന് വിഡ്ഢിത്തം കാണിക്കാൻ ഡൽഹി നിന്റെ തന്തയുടെ വകയല്ല, ഡൽഹി ജനങ്ങളുടെയാണ്. ആ ജനങ്ങൾ നിന്നെ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചയക്കും. എന്നിട്ട് വിളിച്ചിരിക്കുന്നത് കമീന, തെണ്ടി എന്നാണ്. അസൽ മോദിയുടെയും ഷായുടെയും ബി.ജെ.പിയുടെയും യഥാർത്ഥ സംസ്കാരമെന്ന് പറയാതെ വയ്യ. ഇനി 2019 ഫെബ്രുവരി 4 ഇവർ ചെയ്ത ഒരു ട്വീറ്റാണിത്. രാവണൻ സ്വന്തം സഹോദരിയായ ശൂർപ്പണഖയെ രാമനെ പരാജയപ്പെടുത്താൻ അയച്ചു. കംസൻ സഹോദരി പൂതനയെ കൃഷ്ണനെ കൊലപ്പെടുത്താൻ വേണ്ടി അയച്ചു. പ്രഹ്ലാദനെ കൊലപ്പെടുത്താൻ വേണ്ടി ഹിരണ്യകശിപു സഹോദരി ഹോളികയെ അയച്ചു. ഇവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി മനസ്സിലായില്ലെങ്കിൽ അടുത്ത സെന്റൻസ് കേൾക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളും. മോദിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പ്രിയങ്കയെ അയച്ചു. കണ്ണുമടച്ച് വിശ്വസിച്ചുകൊള്ളൂ, ചരിത്രം ആവർത്തിക്കും. അതായത് ഈ ദേവന്മാരെ കൊലപ്പെടുത്താൻ വേണ്ടി നീചശക്തികൾ സ്വന്തം സഹോദരിയെ അയച്ചതുപോലെ മഹാനായ നോൺ ബയോളജിക്കൽ ദൈവത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി സ്വന്തം സഹോദരിയെ അയച്ചു എന്ന്. എന്തൊരു സംസ്കാരി. ഇനി ഇതൊന്നും പോരെങ്കിൽ ഇവരുടെ പഴയ ചില വീഡിയോകൾ കണ്ടുകൊള്ളൂ. ഇവിടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇവരുടെ സംസ്കാരം കാണിക്കുന്നതാണ് ഇത്. ഈ സാരിയും ഉടുത്ത് ഓഡിയോവും തള്ളിമറിക്കാൻ ശ്രമിക്കുന്നത് ഇവരാണ്. കണ്ടോ കാണിക്കുന്നത്? രാജ്യ തലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ഇതിൽ പരം യോഗ്യത ആർക്കാണ് ഉള്ളത്? പിന്നെ കയ്യിൽ കിട്ടിയ മൈക്കും ഫോണുമെല്ലാം എടുത്തെറിഞ്ഞ് തല്ലി പൊട്ടിക്കുകയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വാ മോദിജി വാ. ഇനി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥികളെ കുറിച്ച് ഇവർ പറയുന്നത് കേട്ടുകൊള്ളൂ. फ्री का खाते हैं वहाँ पे 10 रुपए, मात्र 10 रुपए महीने की फीस में वो लोग वहाँ पे हॉस्टल में रहते हैं, वर्षों पड़े रहते हैं। PhD के नाम पे 50-50 साल के वो आदमी वहाँ पे रह करके कि हम स्टूडेंट हैं और वहाँ पे रह रहे हैं. ഇന്നലെ വരെ ഫ്രീ ആയി ഭക്ഷണം കഴിച്ചു. മാസം 10 രൂപ വാടകയ്ക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്നു. PhD ചെയ്യുകയാണ് എന്ന പേരിൽ 50 വയസ്സുള്ള ആളുകൾ വിദ്യാർത്ഥികളാണ് എന്നും പറഞ്ഞ് അവിടെ താമസിക്കുന്നു. वो फ्री बिजली पानी इस्तेमाल करते हैं. आज यदि प्रशासन ने ये सोच करके कि वहाँ पे वो लाइट खुली छोड़ देते हैं, पंखे खुले छोड़ देते हैं, गीजर खुले छोड़ देते हैं, ऐसा सोच के अगर बिजली के चार्ज लगा दिए तो क्या बुरा किया है कि आप जितनी बिजली इस्तेमाल कर रहे हैं आपको पे करना होगा. आप जो भी हॉस्टल का नुकसान कर रहे हैं वो आपको पे करना होगा. 10 रुपए में क्या होता है? 10 रुपए आप चलते चलते किसी भिखारी को भीख भी दो तो वो मना कर देता है कि 10 रुपए नहीं लूंगा. और ऐसे में आप पूरे महीने हॉस्टल का कमरा इस्तेमाल कर रहे हैं 10 रुपए. उसे यदि प्रशासन ने 300 रुपए महीना कर दिया, आप स्टूडेंट हैं, आप 300 रुपए अफोर्ड नहीं कर सकते. വൈദ്യുതിയും വെള്ളവും ഫ്രീ ആയി ഉപയോഗിക്കുന്നു. ഇപ്പോൾ അധികാരികൾ ഫാനും ലൈറ്റും ഓഫാക്കാതെ വൈദ്യുതി ദുരുപയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിന് ചാർജ് ഏർപ്പെടുത്തിയതിൽ എന്താണ് തെറ്റ്? മാസവാടക 3000 രൂപ ആക്കിയതിന് വിദ്യാർത്ഥികൾക്ക് അഫോർഡ് ചെയ്യാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? एक तरफ आप लाख रुपए का मोबाइल जेब में डाल के चलते हैं, 3000 रुपए की जीन्स पहनते हैं, 2000 रुपए की टी शर्ट पहनते हैं, दारू पीते हैं, सिगरेट पीते हैं, जूते पहनते हैं 8-8 हजार रुपए के. 300 रुपए अफोर्ड करने में दिक्कत है. उसके लिए संसद पे जाके प्रदर्शन करते हो, संसद का समय खराब करते हो, लोगों को मिसगाइड करते हो, देशद्रोही काम करते हो. ലക്ഷക്കണക്കിന് രൂപയുടെ മൊബൈലും 3000 രൂപയുടെ ജീൻസും 2000 രൂപയുടെ ടീഷർട്ടും ഒക്കെ ധരിക്കുന്ന നിങ്ങൾക്ക്
3000 രൂപ മാസവാടക കൊടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ച് 10000 രൂപയുടെ ഷൂവും ഇട്ട് നടക്കുകയാണ്. എന്നിട്ടാണ് 3000 രൂപ താങ്ങാനാവില്ല എന്ന് പറഞ്ഞ് പാർലമെന്റിൽ പ്രകടനം നടത്തിയത്. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ദേശദ്രോഹ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. ऐसी यूनिवर्सिटी जो इस प्रकार से गंदी हरकतें करे, देशद्रोही काम करे, दिल्ली में देश में होनी ही नहीं चाहिए। तुरंत प्रभाव से इसे बंद कर देना चाहिए ऐसे लोगों को जो हमारे देश के युवाओं को भ्रमित करे। मैं कहती हूँ क्यों ना हम सब मिलकर के इनके खिलाफ प्रदर्शन करें कि जेएनयू को हमारे देश में होना ही नहीं चाहिए। ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രവൃത്തികളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും ചെയ്യുന്ന യൂണിവേഴ്സിറ്റി രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല. ഇത് എത്രയും വേഗം അടച്ചുപൂട്ടണം. നമ്മുടെ യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അടച്ചുപൂട്ടുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രകടനം നടത്തണം. ഈ യൂണിവേഴ്സിറ്റി ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കണം. കൊള്ളാമല്ലോ അല്ലേ? ഇന്ത്യയിൽ ലോകോത്തര നിലവാരമുള്ള മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം. ഇന്ത്യയിലെ IIT-കൾ പോലും ലോക യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ അപ്പർ 400-ൽ മാത്രമാണ് വരുന്നത്. എന്നിരിക്കലും ഇന്ത്യയിലെ മാത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഒന്നാമത് വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. ഇതാണ് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്. JNU 2-ാം സ്ഥാനത്ത്, ജാമിയ മിലിയ ഇസ്ലാമിയ 3-ാം സ്ഥാനത്ത്, മണിപ്പാൾ യൂണിവേഴ്സിറ്റി 4-ാം സ്ഥാനത്ത്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി 5-ാം സ്ഥാനത്ത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് അപകടമാണ്, അത് രാജ്യദ്രോഹമാണ് എന്നാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇവർ പറയുന്നത്. മോദിയെയും BJPയെയും സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് വളരെ ശരിയാണ്. കാരണം ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ വിവേകമുള്ള യുവജനതയെ സൃഷ്ടിക്കും. അത് മോദിയുടെ നോൺ ബയോളജിക്കൽ രാജ്യത്തിന് രാജ്യദ്രോഹമാണ്. വിദ്യാഭ്യാസവും വിവേകവും അറിവും കഴിവും ഉണ്ടാവുക എന്ന് വെച്ചാൽ മോദിയെയും ഇവരെയും പോലെയുള്ളവർക്ക് പിന്നെ അത്തരം ഒരു രാജ്യത്ത് ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അപ്പോൾ മോദി രാജ്യത്തിന് ഇവർ രാജ്യദ്രോഹികൾ തന്നെയാണ് എന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ 100 കണക്കിന് മതസ്പർദ്ധ വളർത്തുന്നതും വൃത്തികെട്ടതും മനുഷ്യൻ കേട്ടാൽ അറയ്ക്കുന്നതുമായ ട്വീറ്റുകൾ ചെയ്തിട്ടുള്ള ആളാണ് ഇവർ. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇവർ ഓടി നടന്ന് ഈ ട്വീറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്തു എങ്കിലും അതിനു മുൻപേ ആളുകൾ ഇത് പൊക്കിയെടുത്ത് ജനങ്ങളെ കാണിച്ചു കൊടുത്തു. പക്ഷെ ഇതൊന്നും മോദിക്കോ മോദിയെ പിന്തുണയ്ക്കുന്ന തലച്ചോറില്ലാത്ത, വിവേകമില്ലാത്ത, സംസ്കാരമില്ലാത്ത, വൃത്തികേടും പച്ചത്തെറിയും ഒരു മടിയും കൂടാതെ വിളിച്ചു പറയുന്ന മന്ദഭക്തർക്ക് ഒരു പ്രശ്നവുമല്ല എന്ന് മാത്രമല്ല, ഇത് വളരെ നല്ല തീരുമാനമാണ് എന്ന് മാത്രമേ അവർ പറയുകയുള്ളൂ. ഏതായാലും എല്ലാ സംസ്ഥാനത്തും നെറിയും മുറിയുമില്ലാത്ത, അന്തസ്സും മാന്യതയും ഇല്ലാത്ത വെറും പാവകളെയാണ് മുഖ്യമന്ത്രിയായി മോദി ഇപ്പോൾ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്.